ഹരിപ്പാട് മെഡിക്കൽ കോളേജിലെ ഓഹരി ഇടപാടുകളിലും ക്രമക്കേട്. ഓഹരി ഉടമകളിൽ അധികവും അബ്കാരികളും റിയൽ എസ്റ്റേറ്റുകാരും. സെന്റിന് 5000 രൂപ വിലയുള്ള ഭൂമി ഇവർ 5 ലക്ഷം രൂപ വിലയുള്ള ഭൂമി ഇവർ വാങ്ങിയത് 2 ലക്ഷം രൂപയ്ക്ക്. ഡയറക്ടർ ബോർഡിലുള്ള പലരും ബിനാമികളാണെന്നതിനുള്ള തെളിവുകൾ പീപ്പിളിന് ലഭിച്ചു. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ഹരിപ്പാട് പണിയാൻ ഉദ്ദേശിക്കുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ ഓഹരി ഉടമകളിലധികവും അബ്കാരികളും റിയൽ എസ്റ്റേറ്റ് മാഫിയയുമാണെന്ന് ആക്ഷേപമുയരുന്നത്. 300 കോടിയോളം രൂപ മുടക്കിയാണ് സ്വകാര്യ മേഖലയ്ക്ക് സഹായകരമാകുന്ന മെഡിക്കൽ കോളേജ് പണിയുന്നതിന് ഹരിപ്പാട് MLA രമേശ് ചെന്നിത്തല നീക്കം നടത്തുന്നത്. ഹരിപ്പാട് സ്വന്തമായി ബാറുകളും നിരവധി കള്ളുഷാപ്പുകളുമുള്ള അബ്കാരിയുടെ പേരിലാണ് ഒരു ഓഹരി എടുത്തിരിക്കുന്നത്. ബിനാമി പേരിലാണ് BDJ സ്ഥാനാർത്ഥിയായി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട മുൻ ദേവസ്വം ബോർഡംഗം ഓഹരി എടുത്തിരിക്കുന്നത്. കൂടാതെ നിരവധി റിയൽ എസ്റ്റേറ്റുകാരും ബോർഡംഗങ്ങളായുണ്ട്. സെന്റിന് 2000 മുതൽ 8000 രൂപ വിലയുള്ള നിലം 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ നൽകിയാണ് ആശുപത്രി പണിയാൻ എടുത്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിനായി 13 ഏക്കർ സ്ഥലം എടുത്തതിൽ മാത്രം 10 കോടിയോളം രൂപയാണ് ചിലവഴിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ സർക്കാർ സഹായത്തോടെ വ്യാപകമായി അഴിമതി നടത്തുന്നതായാണ് ആരോപണമുയരുന്നത്. സംസ്ഥാന സർക്കാരിന് 26% മാത്രം ഓഹരിയുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യ മെഡിക്കൽ കോളേജ് പണിയുന്നതിനായാണ് MLA രമേശ് ചെന്നിത്തല തിടുക്കം കൂട്ടുന്നത്. ഇതിന് പിന്നിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചും വ്യാപകമായി ആക്ഷേപമുയർന്നിട്ടുണ്ട്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. മദ്യനയത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ കലാപം രൂക്ഷമാകുന്നു. തെരഞ്ഞെടുപ്പിൽ മദ്യനയം തിരിച്ചടിയുണ്ടാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇക്കാര്യത്തിൽ നേതൃത്വത്തിന് പരാജയം സംഭവിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മദ്യനയത്തിൽ സ്വീകരിച്ച നിലപാട് ശരിയാണെന്ന നിലപാടിൽ ഉറച്ചു തന്നെയെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. നേതൃമാറ്റം എന്ന ആവശ്യം മാധ്യമ സൃഷ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. മദ്യനയം അപ്രായോഗികമെന്ന് അറിഞ്ഞുകൊണ്ടാണ് നടപ്പാക്കിയതെന്ന മുൻ എക്സൈസ് മന്ത്രി K ബാബുവിന്റെ നിലപാടിന് തൊട്ടുപിന്നാലെയാണ് പ്രമുഖ നേതാക്കളും വ്യത്യസ്തമായ അഭിപ്രായവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മദ്യനയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. നേതൃത്വത്തിന് പാളിച്ച പറ്റിയെന്ന് സുധീരനെ ഉന്നം വച്ചും ചെന്നിത്തല ആഞ്ഞടിച്ചു. അത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളുടെ വിലയിരുത്തലിലുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും നേതൃത്വത്തിനും അണികൾക്കും ഒക്കെ പാളിച്ചുള്ളതുകൊണ്ടാണല്ലോ ഞങ്ങൾ പരാജയപ്പെട്ടത്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ പരിശോധിക്കും. അതേസമയം മദ്യനയത്തിൽ യാതൊരു അപാകതയുമില്ലെന്നും UDF എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്നുമാണ് VM സുധീരൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാര്യങ്ങൾ ഹൈക്കമാൻഡുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സുധീരൻ അറിയിക്കും. നേതൃമാറ്റം എന്ന കാര്യം ചർച്ചാ വിഷയമായിട്ടില്ലെന്നും മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും KPCC അധ്യക്ഷൻ വ്യക്തമാക്കുന്നു. അതിശയോക്തിപരമായിട്ടുള്ള പല റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ വരത്തക്ക രീതിയിൽ തെറ്റായി അവിടെ ഒരു ബ്രീഫിംഗ് കൊടുത്തു. നിങ്ങളോട് പറഞ്ഞ ആരും അവിടെ പറഞ്ഞിട്ടില്ല. അവിടെ പറയാത്ത കാര്യങ്ങൾ ഇവിടെ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവി മുൻനിർത്തി സുധീറിനെതിരെ പടയൊരുക്കത്തിനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസിലെ A ഗ്രൂപ്പും I ഗ്രൂപ്പും. എന്നാൽ ഹൈക്കമാൻഡിന്റെ പിന്തുണ ഉള്ളതിനാൽ തൽക്കാലം നേതൃമാറ്റം എന്ന ആവശ്യം നടക്കാനിടയില്ല. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ, തിരുവനന്തപുരം. പരിസ്ഥിതിക്കും വികസനത്തിനും സന്തുലിതമായ സാഹചര്യം സൃഷ്ടിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരിസ്ഥിതിക്ക് വേണ്ടി വികസനമോ വികസനത്തിന് വേണ്ടി പരിസ്ഥിതിയോ ഇല്ലാതാക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. കാർഷികോൽപ്പന്നങ്ങൾക്ക് മികച്ച വില ഉറപ്പാക്കിയാൽ മാത്രമേ കൃഷി വ്യാപിപ്പിക്കാൻ കഴിയൂവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇതിനായി കേന്ദ്രവും സംസ്ഥാനവും സംയുക്തമായി കാർഷികോൽപ്പന്നങ്ങൾ സംഭരിക്കേണ്ടതുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതിക്ക് വേണ്ടി വികസനമോ വികസനത്തിന് വേണ്ടി പരിസ്ഥിതി സംരക്ഷണമോ വേണ്ടെന്ന് വെക്കണമെന്നല്ല. പരിസ്ഥിതിയും വികസനവും തമ്മിലുള്ള സന്തുലിതാവസ്ഥക്ക് കോട്ടം തട്ടാതെയുള്ള പ്രവൃത്തികളാണ് ആവശ്യം. കാർഷിക ചെലവിനെ അടിസ്ഥാനപ്പെടുത്തി കാർഷികോൽപ്പന്നത്തിൻ്റെ വില നിശ്ചയിക്കാനാവണം. നിശ്ചിത വിലയിൽ കുറവ് വരുന്ന ഘട്ടത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൂടി പ്രത്യേക സംവിധാനമുണ്ടാക്കി ഈ കാർഷിക വിള സമാഹരിക്കാൻ തയ്യാറാണ്, സംഭരിക്കാൻ തയ്യാറാണ്. ഇത് ഈ സർക്കാർ അധികാരമേറ്റ് കഴിഞ്ഞ ഉടനെ ഡൽഹിയിൽ പ്രധാനമന്ത്രിയെ കണ്ട ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വ്രതശുദ്ധിയുടെ പുണ്യവുമായി റംസാൻ. റമദാൻ വ്രതം ആരംഭിച്ചു. കോഴിക്കോട് കാപ്പാട് മാസപ്പിറവി കണ്ടതിനെ തുടർന്നാണ് വ്രതം ആരംഭിച്ചത്. മനസ്സും ശരീരവും വിശ്വാസികൾ അള്ളാഹുവിൽ സമർപ്പിച്ച് ഒരു മാസക്കാലം സുബഹി നമസ്കാരം മുതൽ മഗ്രിബ് നമസ്കാരം വരെ ഭക്ഷണം ഉപേക്ഷിക്കും. വ്രതാനുഷ്ഠാനങ്ങളുടെ നാളുകളിൽ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയും ഖുർആൻ പാരായണവും നടക്കും.
മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി ഉൾക്കൊണ്ട് വിശ്വാസികൾ ദാനധർമ്മങ്ങൾ നടത്തുന്ന പുണ്യമാസം കൂടിയാണ് റംസാൻ. അവസാന പത്തിലെ ലൈലത്തുൽ ഖദർ പുണ്യദിനമായാണ് കണക്കാക്കുന്നത്. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം ശവ്വാൽ മാസപ്പിറവിയുടെ വരവറിയിച്ച് മനത്ത് ചന്ദ്രക്കല തെളിയുന്നതോടെ ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. അസ്തമയം വൈകിയതിനാൽ ദൈർഘ്യമേറിയ റംസാൻ ദിനങ്ങളാണ് ഇത്തവണ വിശ്വാസികളെ കാത്തിരിക്കുന്നത്. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരുവനന്തപുരം നഗരസഭയുടെ ഒരു മാസം നീണ്ടുനിന്ന മഴക്കാലപൂർവ്വ ശുചീകരണ ക്യാമ്പയിന് സമാപനമായി. ഏകദേശം 10 ടണ്ണോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് തരംതിരിച്ച് ശേഖരിച്ചത്. അവശേഷിച്ച മാലിന്യത്തിൽ ഇനോക്കുലം ലായനി തളിച്ച് ജൈവവളമാക്കാനുള്ള നടപടികൾ കഴിഞ്ഞു. തിരുവനന്തപുരം നഗരത്തിലെ പൊതുമാർക്കറ്റുകളും ഓടകളും ശുചീകരിച്ച് ജനകീയ ക്യാമ്പയിനോടെയാണ് നഗരസഭയുടെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് സമാപനമായത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന മാലിന്യക്കൂനകളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ചെടുക്കുകയും അവശേഷിച്ച ജൈവമാലിന്യത്തിൽ ഇനോക്കുലം ലായനി തളിച്ച് മാറ്റുകയും ചെയ്തു. ഒരു മാസം നീണ്ട പ്രയത്നത്തിൽ ഏകദേശം 10 ടണ്ണോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇത്തരത്തിൽ വേർതിരിച്ചതെന്ന് മേയർ വി കെ പ്രശാന്ത് പറഞ്ഞു. പ്ലാസ്റ്റിക് ആണ് ഇതിന്റെ എല്ലാത്തിനെയും പ്രധാനപ്പെട്ട പ്രശ്നമായി നിലനിൽക്കുന്നത്. അപ്പോൾ ഈ കൂനകളിൽ നിന്നും പ്ലാസ്റ്റിക് വേർതിരിച്ചെടുക്കുകയും പിന്നെ ബാക്കി വരുന്ന അഴുകുന്ന മാലിന്യങ്ങളിൽ ഇനോക്കുലം ലായനി തളിച്ചുകൊണ്ട് സ്വാഭാവിക കമ്പോസ്റ്റിങ്ങിന് വിധേയമാക്കുകയും ചെയ്യുന്ന രീതിയാണ് നഗരസഭ അവലംബിച്ചിരിക്കുന്നത്. വീടുകളിലുള്ള മാലിന്യം വീടുകളിൽ തന്നെ സംസ്കരിക്കുന്നതിനൊരു സംവിധാനം ഭാവിയിൽ നമ്മൾ ഏർപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. വേർതിരിച്ച പ്ലാസ്റ്റിക് മാലിന്യം ക്ലീൻ കേരള കമ്പനിയുടെ സഹായത്തോടെ റീസൈക്ലിംഗിനായി അയക്കും. ബഹുജന ക്യാമ്പയിനിലൂടെ മാലിന്യം നീക്കം ചെയ്ത സ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള കർശന നടപടി സ്വീകരിക്കുമെന്നും മേയർ വ്യക്തമാക്കി. ക്യാമ്പയിന്റെ ഭാഗമായി നഗരത്തിലെ 100 വാർഡുകളിലും കൌൺസിലർമാർ വൃക്ഷത്തൈ നട്ടു. ക്യാമ്പയിന് സമാപനമായെങ്കിലും കാലവർഷം ആരംഭിക്കാനിരിക്കെ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ വാർഡ് തലത്തിൽ തുടരുമെന്നും മേയർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടണമെന്ന് സുപ്രീം കോടതിയും. ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന PTAയുടെ ഹർജിയും തള്ളി. ജൂൺ 8-നകം സ്കൂൾ പൂട്ടണമെന്ന് സുപ്രീം കോടതി. മനു ശങ്കർ ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകും. മനു, സുപ്രീം കോടതിയും പറഞ്ഞിരിക്കുന്നു മലാപ്പറമ്പ് സ്കൂൾ പൂട്ടണമെന്ന്. കോടതി ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചുകൊണ്ട് നിരീക്ഷിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനു, എന്തായാലും മറ്റന്നാൾ മുതൽ ഇനി മലാപ്പറമ്പ് AUP സ്കൂൾ ഉണ്ടാകില്ല. ഈ സ്കൂൾ പൂട്ടണമെന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതിയും ശരിവച്ചിരിക്കുകയാണ്. നിലവിൽ ഹൈക്കോടതി ഉത്തരവിന്മേൽ നിയമപരമായ പ്രശ്നങ്ങളൊന്നും ചൂണ്ടിക്കാട്ടാനാകില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുപ്രീം കോടതി ജസ്റ്റിസ് PC ഗോയലിൻ്റെ ബെഞ്ച് ഇക്കാര്യത്തിൽ ഒരു ഉത്തരവ് ഇറക്കിയത്. നിലവിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ച വാദങ്ങൾ നിലവിൽ അധ്യയനം തുടങ്ങിക്കഴിഞ്ഞു. അതിനാൽ തന്നെ 75-ൽ പരം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഭാവി അനിശ്ചിതത്വത്തിലാകും. ഇവരുടെ വിദ്യാഭ്യാസം തന്നെ ഇരുട്ടിലാകും. അതിനാൽ ഈ വിദ്യാഭ്യാസ അവകാശത്തിന്മേലുള്ള ലംഘനമാണ് ഇത്തരത്തിലൊരു ഹൈക്കോടതി ഉത്തരവ് നടപ്പായാൽ ഉണ്ടാവുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയെങ്കിലും സുപ്രീം കോടതി ഇത് അംഗീകരിച്ചില്ല. ഈ ഹർജി തള്ളുകയായിരുന്നു. ഹൈക്കോടതി ഉത്തരവ് ബുധനാഴ്ച തന്നെ നടപ്പാക്കണം. ഇതിനുശേഷം ബുധനാഴ്ച തന്നെ ഇതിൻ്റെ ഒരു റിപ്പോർട്ട് നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കുട്ടികളെ മറ്റു സ്കൂളുകളിലേക്കും മറ്റും മാറ്റുന്നതിന് ആവശ്യമായ സമയം ലഭിച്ചിരുന്നു. സർക്കാർ നേരത്തെ തന്നെ ഇതിനൊരു ബദൽ മാർഗം കണ്ടെത്തേണ്ടതായിരുന്നു എന്നുകൂടിയാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. നിലവിൽ ഹൈക്കോടതി മുമ്പാകെ മാനേജ്മെന്റുകൾ സമീപിച്ച സമയത്തും ഈ മാനേജ്മെന്റിന്റെ വാദങ്ങൾക്കെതിരെ ഒരു അപ്പീൽ നൽകുവാൻ മുൻ സർക്കാർ തയ്യാറായിരുന്നില്ല എന്ന കാര്യവും ശ്രദ്ധേയമാണ്. ഈ ഒരു നടപടി തന്നെയാണ് ഒരുപക്ഷെ സുപ്രീം കോടതിയിലും ഈ വാദങ്ങൾക്ക് മാനേജ്മെന്റിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കാൻ സുപ്രീം കോടതിക്ക് വഴിവെച്ചത് എന്നത് നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഇതിനുശേഷം മാറി വന്ന LDF സർക്കാരും ഒപ്പം PTA അടക്കം കക്ഷി ചേർന്നുകൊണ്ടാണ് നിലവിൽ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് അംഗീകരിക്കാനാകില്ല എന്ന് സുപ്രീം കോടതി അറിയിക്കുകയായിരുന്നു. മനു ശങ്കറാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വിനിഷ വൃന്ദാവൻ കൂടി ചേരുന്നു മലാപ്പറമ്പ് സ്കൂളിൽ നിന്നും. വിനിഷ, മലാപ്പറമ്പ് സ്കൂൾ പൂട്ടാൻ സുപ്രീം കോടതിയും പറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് മലാപ്പറമ്പിലെ ഒരു പൊതുവികാരം? ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാണ് മലാപ്പറമ്പുകാരുടെ തീരുമാനം? സ്കൂൾ അധികൃതർ, സ്കൂളുമായി ബന്ധപ്പെട്ടവരുടെ തീരുമാനം? സംരക്ഷണ സമിതിയൊക്കെ ഉണ്ടല്ലോ അവിടെ. മനു, കഴിഞ്ഞ 60 ദിവസങ്ങളായി സ്കൂൾ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മലാപ്പറമ്പ് സ്കൂളിൽ സമര പന്തൽ കെട്ടി ഇവിടെ സംരക്ഷണ സമിതി പ്രവർത്തകർ സമരം നടത്തി വരികയാണ്. തങ്ങൾക്ക് പ്രതികൂലമായ ഒരു വിധി വന്ന സാഹചര്യത്തിൽ ഇനി എന്ത് ചെയ്യണം എന്നൊരു ആശങ്കയിൽ തന്നെയാണ് സംരക്ഷണ സമിതി പ്രവർത്തകർ. ഒരു ദാരുണ വിധി എന്ന് തന്നെയാണ് സംരക്ഷണ സമിതി പ്രവർത്തകർ ഈ ഒരു വിധിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതൊന്നും അറിയാതെ ഏകദേശം 58 കുട്ടികളാണ് ഈ അധ്യയന വർഷം മലാപ്പറമ്പ് സ്കൂളിൽ പഠിക്കുന്നത്. ഈ ഒരു വിധിയൊന്നും അറിയാതെ തങ്ങൾക്ക് ഇനി പഠിക്കാൻ ഈ ഒരു സ്കൂൾ ഉണ്ടാകില്ല എന്ന വിധി അറിയാതെയാണ് ഈ ഒരു പിഞ്ചു കുഞ്ഞുങ്ങൾ, എനിക്ക് ചുറ്റും ഇവിടെ വികൃതി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കുസൃതികൾ. നമുക്ക് ഇവരോടൊന്ന് ചോദിച്ചു നോക്കാം. മോളെ, ഇനി ഈ സ്കൂളിൽ പഠിക്കാൻ പറ്റില്ല എന്ന് മോക്കറിയോ? ഈ സ്കൂൾ പൂട്ടാൻ പോവുകയാണ്. ഏത് സ്കൂളിലാണ് ഇനി പഠിക്കുക?
ഏതെങ്കിലും സ്കൂൾ പോകും. ആണോ? അപ്പോൾ ഈ സ്കൂളിലെ കൂട്ടുകാരൊക്കെ കുട്ടിക്ക് നഷ്ടപ്പെടില്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഈ സ്കൂൾ പൂട്ടണ്ട അല്ലേ? ഈ ഒരു സ്കൂൾ പൂട്ടരുത് എന്ന് തന്നെയാണ് മനു ഈ ഒരു സ്കൂളിലെ കുട്ടികളുടെ ഒക്കെ ആഗ്രഹം. ഇതൊന്നും അറിയാതെ, വിധിയുടെ ഒരു കടുങ്കൈയൊന്നും അറിയാതെ സ്കൂളിലെ കുട്ടികൾ നമുക്കൊപ്പം ചേരുകയാണ്. ഒരു പാട്ട് പാടി തരും. നമുക്ക് ഒരു പാട്ട് പാടിയാലോ? പാടിക്കേ. മനു ഈ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധിയൊന്നും അറിയാതെ ആഹ്ലാദിച്ച് ഉല്ലസിച്ച് നടക്കുകയാണ് ഇപ്പോഴും വിദ്യാർത്ഥികൾ. ഇനി എന്നൊരു ആശ്ചര്യചിഹ്നത്തിൽ തന്നെയാണ് സ്കൂൾ സംരക്ഷണ സമിതി പ്രവർത്തകരും ഉള്ളത്. ഏതായാലും സർക്കാർ തങ്ങൾക്ക് അനുകൂലമായി ഒരു നടപടി കൈക്കൊള്ളും എന്നൊരു പ്രതീക്ഷയിലാണ് സ്കൂൾ സംരക്ഷണ സമിതി പ്രവർത്തകരുള്ളത്. മനു, തീർച്ചയായിട്ടും വിനിഷ വൃന്ദാവനാണ് മലാപ്പറമ്പ് സ്കൂളിൽ നിന്നും തത്സമയം ഈ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്കൂൾ പൂട്ടുന്നൊന്നും അറിയാതെ കുട്ടികൾ അവിടെ ഇനിയും തുടർന്ന് പഠിക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവിടെ കളിച്ചുല്ലസിച്ച് നടക്കുന്നത്. ജൈവകൃഷി വിജയിപ്പിക്കുന്നതോടൊപ്പം എങ്ങനെ ലാഭകരമാക്കാമെന്ന് തെളിയിക്കുകയാണ് കൊല്ലം പുത്തൂരിലെ കർഷകനായ ബാലചന്ദ്രൻ. കൃഷിയും സംഭരണവും വിപണനവും പരാശ്രയമില്ലാതെ സ്വന്തം നിലയിൽ നടപ്പിലാക്കിയാണ് ഈ കർഷകൻ മാതൃകയാവുന്നത്. 10 ഏക്കറോളം വരുന്ന ഭൂമിയിലാണ് ബാലചന്ദ്രന്റെ ജൈവ കൃഷി. വെണ്ടയ്ക്ക, വഴുതന, തക്കാളി, മുളക്, വാഴ തുടങ്ങി കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള കൃഷിയിലൂടെ ഒരു ദിവസം മിനിമം ഒരിനം മാത്രം 500 കിലോയോളം പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നു. കൃഷി വകുപ്പിന്റെ നിർദ്ദേശവും സഹായം കൂടി ആയതോടെ ബാലചന്ദ്രന്റെ ജൈവകൃഷി മെഗാ ഹിറ്റായി. എന്നുമാത്രമല്ല, വിഷരഹിത പച്ചക്കറി വാങ്ങുന്ന ഉപഭോക്താക്കളെ കൂടി അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. നമ്മുടെ അടുക്കളയിൽ പാചകത്തിന് കോളിഫ്ലവറിന് പകരം വാഴക്കൂമ്പ് ഉപയോഗിക്കാമെന്ന നിലപാട് സ്വീകരിച്ചാൽ അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ മുമ്പോട്ടു പോകാനാകുമെന്ന് ബാലചന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നു. ഈ എല്ലാ പച്ചക്കറിയും ഉണ്ടെങ്കിലേ പാചകം ചെയ്യാൻ പറ്റൂ എന്നൊരു ധാരണ ഉണ്ട്. ആ ധാരണ മാറ്റണം. നമ്മൾ ഈ തമിഴ്നാട്ടുകാരൻ ഉണ്ടാക്കി തരുന്ന എല്ലാ സാധനത്തിനും അനുസരിച്ചാണ് നമ്മൾ അടുക്കളയിലെ മെനു തീരുമാനിച്ചത്. അത് മാറ്റിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിനനുസരിച്ച് അടുക്കളയിലെ മെനു തീരുമാനിക്കണം. കോളിഫ്ലവർ ഉണ്ടെങ്കിലേ തോരൻ വെക്കുമെന്ന് നിർബന്ധം പിടിക്കണ്ട, അത് വാഴക്കൂമ്പായാലും മതി. സ്വന്തം വിപണന കേന്ദ്രമാണ് ബാലചന്ദ്രന്റെ വിജയ രഹസ്യം. കൃഷിയും സംഭരണവും വിപണനവും ഒരു കൂടക്കീഴിൽ എത്തിക്കാൻ കഴിഞ്ഞതാണ് ബാലചന്ദ്രൻ എന്ന കർഷകന്റെ വിജയത്തിന് ആധാരം. പുത്തൂരിൽ നിന്ന് ക്യാമറാമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. ഇനി നമ്മുടെ MLA എന്ത് ചെയ്യുന്നുവെന്ന് നോക്കാം. MLA മന്ത്രി കൂടിയായതോടെ തവനൂരിലെ വികസന സ്വപ്നങ്ങൾക്ക് നിറം കൂടി. എല്ലാവർക്കും വീടും തൊഴിലും, എല്ലാവർക്കും കുടിവെള്ളവും തുടങ്ങി മണ്ഡലത്തിന്റെ സർവ്വതോന്മുഖ വികസനം ഈ 5 വർഷത്തിനിടെ കാണാമെന്ന ഉറപ്പും KT ജലീൽ നൽകിക്കഴിഞ്ഞു. 2006-ൽ PK കുഞ്ഞാലിക്കുട്ടിയെ വീഴ്ത്തി നിയമസഭയിലെത്തിയ KT ജലീൽ തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ തവനൂരിനെയാണ് പ്രതിനിധീകരിച്ചത്. മിനി പമ്പ, പ്രതീക്ഷാഭവൻ, കുടിവെള്ളം, ഗ്രാമീണ റോഡുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി ഇതിനകം തന്നെ തവനൂർ മലപ്പുറം ജില്ലയിലെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിട്ടുണ്ട്. KT ജലീൽ MLA LDF മന്ത്രിസഭയിൽ അംഗം കൂടിയായതോടെ മണ്ഡലത്തിന്റെ പ്രതീക്ഷകൾ ചെറുതൊന്നുമല്ല. മന്ത്രിയായെത്തിയ KT ജലീലിന്റെ ആദ്യ വാക്കുകളാണിത്. എല്ലാവരോടുമുള്ള എൻ്റെ അഭ്യർത്ഥന, ഈ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാൻ, അഴിമതിരഹിതമായി, സ്വജനപക്ഷപാത മുക്തമായി ഈ ഉത്തരവാദിത്വം നിർവഹിക്കാൻ എനിക്ക് കഴിയട്ടെ എന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. പ്രഭാഷകനായും നേതാവായും എഴുത്തുകാരനായും ജനപ്രതിനിധിയായും താരമായി നിന്ന തവനൂരിലെ MLA മന്ത്രിയായും തിളങ്ങുമെന്ന പ്രതീക്ഷയിലാണ് മണ്ഡലത്തിലുള്ളവർ. KT സാലിഹ്, മലപ്പുറം. കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ നടുറോഡിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയ കുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്നലെയാണ് തിരുവനന്തപുരം നേമത്ത് അധ്യാപികയായ സുസ്മിതയെ ഭർത്താവ് കുമാർ കൊലപ്പെടുത്തിയത്. ഭർത്താവുമായി 2 വർഷത്തോളമായി സുസ്മിത പിണങ്ങിക്കഴിയുകയായിരുന്നു. തിരുവനന്തപുരം നേമം ശിവൻകോവിലിനടുത്ത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. നേമം സ്വദേശിനിയായ സുസ്മിതയെ ഭർത്താവ് കുമാർ റോഡിലിട്ട് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കവേ കുമാറിനെ പോലീസ് പിടികൂടി. കഴിഞ്ഞ 2 വർഷമായി പിണക്കത്തിലായിരുന്ന കുമാറും സുസ്മിതയും വെവ്വേറെയാണ് താമസിച്ചിരുന്നത്. ഇവരുടെ 2 മക്കളെ കോടതി ഉത്തരവനുസരിച്ച് ഞായറാഴ്ചകളിൽ കുമാറിനൊപ്പം വിടും. പതിവ് പോലെ ഇന്നലെയും കുട്ടികളെ കുമാറിനു കൈമാറിയ സുസ്മിത കുട്ടികളെ തിരികെ കൊണ്ടുപോകാൻ വന്നപ്പോഴാണ് കൊലപാതകം നടന്നത്. കുമാർ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ചോദ്യം ചെയ്യലിൽ മക്കളെ ചൊല്ലിയുള്ള വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് കുമാർ സമ്മതിച്ചു. ഇയാളെ ഇന്ന് നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കും.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന സുസ്മിതയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് കുടുംബത്തിന് കൈമാറും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ പയ്യോളി പുറക്കാട് പ്രദേശത്തെ ശാന്തിസദനം സ്കൂൾ ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡിലെ അധ്യാപകർ വിദ്യാർത്ഥികളെ സുഗതകുമാരിയുടെ കവിത പഠിപ്പിച്ചു. വരികൾ മുഴുവനും ഹൃദയസ്ഥമാക്കിയ ജിഷ്ണുദാസ് പാടിയ കവിതയിലേക്ക്. നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം, കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം, 100 കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം, നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം. നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം, കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം, 100 കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം, നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിരന്നു നടന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിരന്നു നടന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിരന്നു നടന്നു.